Hi, Namaste. Welcome back. Yes, welcome back to my channel. സിൽവറിലൂടെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാം. അതിൽ സ്കാൽപ്പിങ്ങിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് നേരം ചാർട്ട് ചെയ്തിരിക്കാതെ പെട്ടെന്ന് പ്രോഫിറ്റ് നേടാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ സ്കാൽപ്പിങ്ങിൽ, അതായത് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലൂടെ എടുത്ത ട്രേഡാണ്. അപ്പോൾ മോർണിംഗിൽ ഡൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് കയറാൻ നോക്കിയിട്ട് പിന്നെ ഒരു ഡൗൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 11:30 കഴിഞ്ഞ ശേഷം വന്ന ട്രേഡാണ് 11:25. അവിടുന്ന് മാർക്കറ്റ് ഒറ്റയടിക്ക് ഇറങ്ങി ആ ഒരൊറ്റ ട്രേഡിൽ 925 പോയിന്റ് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ആ ഒരൊറ്റ ട്രേഡിൽ തന്നെ. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് ഹൈക്കടിച്ച് താഴ്ത്തിറങ്ങി. പക്ഷേ ആ ഒരു ട്രേഡ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. നമ്മുടെ സോഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രോങ് ബ്രേക്ക് ആയിരുന്നു. ധൈര്യമായിട്ട് നമുക്കത് ഹോൾഡ് ചെയ്യാതെ 3 ടാർഗറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മാർക്കറ്റിൽ സൈഡ് വേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ട്രേഡ് ഇല്ല, ഒരു ബൈ കയറിയിട്ടില്ല, എന്നാൽ തിരിച്ചിറങ്ങിയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ട്രേഡ് ഇല്ല, പക്ഷേ നമുക്കത് കറക്റ്റായിട്ട് സോഫ്റ്റ് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുമുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റ് ആയിക്കോട്ടെ, ഇക്വിറ്റി ആയിക്കോട്ടെ, ഓപ്ഷൻ ആയിക്കോട്ടെ, കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ് സപ്പോർട്ടറുമാണ്. അതിൽ നമുക്ക് സൈഡ് വേസ് ആണെങ്കിലും നമുക്ക് പ്രോപ്പർ അപ്പ് ഡൗൺസ് ആണെങ്കിലും നല്ല, അതായത് സ്ട്രോങ് ബ്രേക്കൗട്ടൊക്കെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാനും എളുപ്പമാണ്. നമുക്ക് റിവേഴ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാർട്ട് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ലൈൻ മാർക്കിൽ എന്നൊരു ലൈവ് സെക്ഷനോട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ആ സ്ട്രോങ് ബ്രേക്കൗട്ട് എങ്ങനെ തിരിച്ചറിഞ്ഞു കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് ആക്ച്വലി സിൽവറിൽ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി 15ലാണ്. 5 മിനിറ്റ് സ്കാൽപ്പിംഗ് ആണ്. അപ്പോൾ 5 15 കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ഫേക്ക് അപ്പ് ഡൗൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സിൽവറിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ആയി. അത് കഴിഞ്ഞ് ഇന്നലത്തെ സെല്ലിന് കണ്ടിന്യൂവേഷൻ നമ്മൾ പോയിട്ടുണ്ട്. ഇന്ന് മോർണിംഗിൽ നമുക്ക് ബൈ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായത് ഒരു ട്രേഡ് നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും, ഇത് ബൈസിക്കിളാണ്, ഇത് സെല്ലാണ്. ഈ ലേറ്റസ്റ്റ് ബൈസിക്കിൾ സെല്ലിൽ വന്നിരിക്കുന്ന ആ ഡീറ്റെയിൽസ് കൊടുത്തേക്ക് 11:24 അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റുകളും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിഗ്നൽ അപ്പം തന്നെ കൺഫേം ആയിരുന്നു. കാരണം ഓൾറെഡി നേരത്തെ തൊട്ടേ സെല്ല് മാർക്കറ്റിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ധൈര്യമായിട്ട് സെല്ല് ഹോൾഡ് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പം മോർണിംഗിൽ നമുക്ക് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കയറാൻ ശ്രമിച്ചതിന് ശേഷം അവിടെ തിരിച്ചിറങ്ങിയതാണ്. അവിടെ ബൈ ട്രേഡ് കിട്ടിയ സമയത്ത് നമുക്ക് താഴെ നോക്കുമ്പോൾ കൺഫർമേഷൻ ബാർ അവിടെ നമുക്ക് ഗ്രീനിലേക്ക് വന്നിട്ടില്ല. കാരണം അവിടെ കൺഫർമേഷൻ ബാർ അവിടെ ഗ്രീൻ ആയാൽ മാത്രമേ നമുക്കൊരു ബൈ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഗ്രീൻ ഇല്ലേ നമുക്ക് ബൈ ഇല്ല അവിടെ. അപ്പോൾ നമുക്ക് ആ ഒരു ബൈസിൽ കൺഫേം അല്ലാതെ തിരിച്ചിറങ്ങിയിട്ട് മാർക്കറ്റ് അവിടെ സപ്പോർട്ട് സ്ട്രോങ് ആയിരുന്നു. ഈ ബ്ലൂ കളർ സ്റ്റാർ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് അവിടെ എടുക്കാമായിരുന്നു, അതും ഹോൾഡ് ചെയ്യാമായിരുന്നു. കാരണം സപ്പോർട്ട് സ്ട്രോങ് ആയതിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി. ഇന്നലെ അങ്ങനെയായിരുന്നു ഈവനിങ്ങിൽ. അപ്പോൾ ഇന്നും മാർക്കറ്റ് സപ്പോർട്ട് സ്ട്രോങ് അടിച്ചിട്ട് രാവിലെ തന്നെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒറ്റ ഇറക്കം നല്ലൊരു 925 പോയിന്റോളം ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് റിവേഴ്സ് പോകാൻ, അതായത് റിട്രേസ്മെന്റ് പോയിട്ട് പിന്നെ ഇറങ്ങിയിട്ടാണ് പിന്നെ തിരിച്ചിപ്പോൾ സൈഡ് വേസ് നടന്നത്. കുറച്ച് നേരമായിട്ട് സൈഡ് വേസ് ആണ്. അവിടെ നിന്നൊരു ബൈയോ സെല്ലോ പോയിട്ടില്ല. അതുതന്നെ ബൈ ട്രേഡ് അവിടെ ഇപ്പോഴും ഫോം ആയിട്ടില്ല, എന്നാൽ സെല്ലേക്ക് തിരിച്ച് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് പൊസിഷൻ അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാം. പക്ഷെ നമുക്കൊരു പുതിയൊരു എൻട്രി എടുക്കണമെന്നെങ്കിൽ അവിടെ മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും, അതായത് ബൈ ആണെങ്കിൽ മാർക്കറ്റ് ബൈ സിഗ്നൽ വന്ന് അവിടെ കൺഫേം ആയിട്ടാൽ മാത്രമേ നമുക്കൊരു ബൈ എടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്കത് സൈഡ് വേസ് ആണ്. കാരണം മാർക്കറ്റ് ഒരു സ്റ്റേബിൾ ആയിട്ടൊരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ പോകുന്നില്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സെറ്റ് ചെയ്യുന്ന ടൈം ഫ്രെയിം 15 മിനിറ്റ്സ് ആണ്. 15 ആണ് ആക്യുറസി. 15 നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂവേഷൻ തന്നെയാണ് പോകുന്നത്. 1673 പോയിന്റോളം ഡൗൺ ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പോഴും ഡൗൺ ഇറങ്ങാനായിട്ട് ഇനി നെക്സ്റ്റ് സപ്പോർട്ട് അടിച്ച താഴാണ്. പക്ഷെ അവിടെ ഇപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. സപ്പോർട്ട് അതുപോലെ സ്ട്രോങ്ങും അല്ല. ഇപ്പോൾ 5 നമ്മൾ എപ്പോഴും എടുക്കുന്നത് നമ്മൾ സ്കാൽപ്പിങ്ങിനാണ്. ചെറിയ ട്രേഡുകൾ പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് പിടിക്കാം. അത് ഈവൻ അപ് ട്രെൻഡ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന കളർ ചേഞ്ച് ബ്ലൂ ഒക്കെ ആയിട്ട് ഓറഞ്ച് ഒക്കെ കാണിച്ചിരിക്കുന്ന സൈഡ് വേസ് ട്രെൻഡാണ്. സൈഡ് വേസ് കറക്റ്റായിട്ട് സ്പെഷ്യൽ, അതായത് സെപ്പറേറ്റ് കളർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.